ഇതെല്ലാം അവർ ചെയ്തു തന്നിരിക്കുന്നത് നല്ല മനസ്സുള്ള ആൾക്കാരെല്ലാവരും. എല്ലാവരും എന്റെ കൂടെ വരികയും എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുകയും എന്നെ പോലെ ഈ വീട്ടിൽ കയറ്റാതെ അവിടെ ഈ 110 ദിവസം കൊണ്ട് എനിക്ക് വീട് വെച്ചത്. അപ്പം എല്ലാം നല്ല രീതിയിലാണ് അവർ പണിഞ്ഞിരിക്കുന്നത്. അവര് എന്റെ ഇഷ്ടത്തിന് എന്ത് പറഞ്ഞാൽ അവർ കേൾക്കും. നമ്മൾ പറയുന്ന ആളൊക്കെ അവർ ചെയ്യും. അതിന്റെ രീതിയിൽ അവർ ചെയ്തു തന്നിരിക്കുന്നതല്ല എല്ലാം നല്ല രീതിയിലാണ്. നമുക്ക് നല്ല എന്റെ സ്വർഗ വീട് പോലെ ഇങ്ങനെ പറന്ന് കളിക്കുക ഞാനിവിടെ. ഇപ്പം ഒന്നുമില്ല, ഞാൻ ജാഗ്രത വാരി വെച്ചിരുന്നത്. പിന്നെ കുറച്ച് അന്നുകളൊന്നും ഇപ്പൊ കണ്ടല്ലോ, കുറച്ച് ഞാൻ ഇങ്ങനെ വെച്ചിരുന്നത്. എല്ലാം വെക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എവിടെ വേണമെങ്കിലും കൊണ്ട് വെക്കാം നമുക്ക്. ഇത് നാസിമുദ്ദീൻ എന്ന കായിക താരം. ഇദ്ദേഹം കൊല്ലം പള്ളിമുക്ക് സ്വദേശിയാണ്. പള്ളിമുക്കിലെ ലോഡിംഗ് തൊഴിലാളി കൂടിയായ ഇദ്ദേഹത്തിന് സ്വന്തമായൊരു വീടില്ലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വാടക വീട്ടിൽ താമസിച്ചു കൊണ്ടായിരുന്നു ഇദ്ദേഹം പല മത്സരങ്ങളിലും പങ്കെടുത്തത്. രാജ്യത്തിന് അകത്തും പുറത്തുമായി നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തു. നിരവധി സമ്മാനങ്ങളും മെഡലുകളുമൊക്കെ വാരിക്കൂട്ടി. പക്ഷേ ഇതൊന്നും സൂക്ഷിക്കാൻ സ്വന്തമായൊരു വീട് ഇദ്ദേഹത്തിനില്ലായിരുന്നു. ഏതായാലും നാസിമുദ്ദീൻ ഇനി സ്വന്തം വീട്ടിൽ തൻ്റെ മെഡലുകളും പുരസ്കാരങ്ങളും സൂക്ഷിച്ചു വയ്ക്കും. മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത നാസിമുദ്ദീൻ എന്ന ഈ ലോഡിംഗ് തൊഴിലാളി ഇനി സ്വന്തം വീട്ടിൽ തൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കും. രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനം ആചരിച്ചപ്പോൾ 50 കിലോമീറ്റർ ദേശീയ പതാകയുമായി ഓടിയെത്തിയ നാസിമുദ്ദീൻ എന്ന ലോഡിംഗ് തൊഴിലാളിക്ക് ഫ്രണ്ട്സ് കൊല്ലൂർവിള എന്ന ഗ്രൂപ്പ് സ്വന്തമായി സ്ഥലം വാങ്ങി നിർമ്മിച്ചു നൽകിയ 2 നില കെട്ടിടത്തിൻ്റെ താക്കോൽ കൈമാറുകയായിരുന്നു. ഭയങ്കര സന്തോഷത്തില് പറഞ്ഞറിയിക്കുമ്പോൾ സന്തോഷമാ. എന്റെ സ്വർഗമാണ്. ഞാൻ മത്സരത്തിൽ പങ്കെടുത്ത് ആണ് ഇതില് വന്നത്. പക്ഷെ ഇപ്പം എല്ലാരും നല്ല രീതിയിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു 51 കിലോമീറ്റർ ഓടി ആണ് താക്കോല് മേടിച്ചത്. അപ്പൊ ഇനി പല പല മത്സരങ്ങളുണ്ട്. അപ്പൊ ഇനി 30-ാം തീയതി ഞാൻ ഇവിടെ പോവുകയാണ് നാഷണൽ മീറ്റിന്. 30-ാം തീയതി ഞാൻ നാഷണൽ മീറ്റ് കോഴിക്കോട് വെച്ചാണ്. അപ്പൊ അത് ഞാൻ പോവുക. അപ്പം അതിലും സ്വർണം നേടും. അത് ഞാൻ ഒരു മത്സരത്തിന് കഴിഞ്ഞ നാഷണൽ മീറ്റിൽ പോയിട്ട് വന്നപ്പോൾ നമ്മൾ ഒരു സ്വീകരണം നടത്തിയായിരുന്നു. സ്വീകരണം നടത്തിയപ്പോൾ അതിൽ ഒരാള് നമുക്ക് ഒരു 10 ലക്ഷം രൂപ സ്ഥലം മേടിക്കാൻ വേണ്ടി തന്നു. ബാക്കി കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ സ്ഥലം മേടിച്ച് അത് കഴിഞ്ഞ് അതിനുശേഷം ഈ 10 ലക്ഷം രൂപ തന്ന ആള് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പുകാര് നമുക്ക് വീട് വെച്ച് തരാന്ന് പറഞ്ഞ് 110 ദിവസം കൊണ്ടാണ് ഈ വീട് എനിക്ക് വെച്ച് തന്നിരിക്കുന്നത്. അവര് തന്നെ അന്ന് ആ പരിപാടി നടത്തിയ ആൾക്കാരെ തന്നെ ഈ 110 ദിവസം കൊണ്ട് വീട് വെച്ചിരിക്കും. മുൻകാലത്ത് ഞാൻ വാടക വീട്ടിലായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് പേര് നിങ്ങളപ്പോൾ ചാനലിൽ ഒരുപാട് പേര് എന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുമുണ്ട്. അന്നൊന്നും ആരും നമ്മളെ ഇതിനു വേണ്ടി ഇറങ്ങിയില്ല. ഇപ്പം വേറെ മറ്റേ ഇവിടുത്തെ ഒരു സാധാരണക്കാര് നമുക്കത് നല്ല രീതിയിലാണ് ഇപ്പൊ വീട് വെച്ച് തന്നിരിക്കുന്നത്. നമുക്ക് നല്ല സപ്പോർട്ടാ. നല്ല സ്വീകരണം തരികയും നമ്മളെ പല കാര്യത്തിൽ ക്ഷണിക്കുകയും നമ്മളെ അതിനുവേണ്ടി അവർ നല്ല രീതിയിൽ നമ്മളെ നാട്ടുകാർ നമ്മളെല്ലാം പ്രോത്സാഹിക്കും. 13 വയസ്സിൽ തുടങ്ങിയതാണ്. ഇപ്പൊ വയസ്സ് 55 കഴിഞ്ഞ് 56ാമത്തെ വയസ്സാണ്. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഞാൻ ചുമട്ട് തൊഴിലാളിയാണ്. അപ്പം രാവിലെ 8 മണി കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകണം. ഞാൻ രാവിലെ 5:30-6 മണിയാകുമ്പോൾ വർക്കൗട്ട് ചെയ്യാം. 7:30 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും. 8 മണിക്ക് ഞാൻ ചുമട്ട് പണിക്ക് പോകും. പള്ളിമുക്കിലാണ് ചുമട്ട് തൊഴിലാളി. അപ്പോൾ 46 തൊഴിലാളികളുണ്ട്. അവര് നമുക്ക് ഫുൾ സപ്പോർട്ടാണ്.
അവരും എല്ലാ കാര്യത്തിനും അവര് നമ്മുടെ കൂടെ നിന്നു. ഇന്നലെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. സന്തോഷം പറഞ്ഞറിയിക്കുമ്പോ സന്തോഷമാ. ഇന്ന് നമ്മൾ ഭാരവാഹികൾ നമ്മൾ വീട്ടിൽ വന്നത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. ഞാൻ ഇന്നലെ 51 കിലോമീറ്റർ ഓടി, തീരെ വയ്യായിരുന്നു. എന്നിട്ട് ഞാൻ 4 മണിക്കൂറും 53 മിനിറ്റും കൊണ്ടാണ് ഫിനിഷ് ചെയ്തത്. ഫിനിഷ് ചെയ്തിട്ടാണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്തുടർന്ന് പോയത്. ഇന്നലെ തീരെ വയ്യാത്തതിനോട് കിടന്ന് ഉറങ്ങിയതാ. നിങ്ങൾ വിളിച്ചപ്പോഴാണ് ഞാൻ ഇരിക്കുന്നത്.